الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. മഹാനായ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന വളരെ മഹത്തായ സാരോപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽപ്പെട്ട ചിലതിന് കഴിഞ്ഞ ഖുതുബകളിലായി നാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ അദ്ദേഹം തന്റെ മകനോട് നൽകുന്നത് ഇപ്രകാരമാണ്: യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ് സ്വലാത്ത്, നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നീ മഅറൂഫ് കൽപ്പിക്കുകയും മുൻകറിൽ നിന്ന് വിലക്കുകയും ചെയ്യണം. അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ നീ ക്ഷമിക്കുകയും ചെയ്യുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതത്രേ അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പ്രധാനമായി 4 ഉപദേശങ്ങളാണ്. അതിലൊരു ഉപദേശമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്, നിസ്കാരം നിലനിർത്തുക എന്നത്. രണ്ടാമതും മൂന്നാമതുമായി പറയുന്ന കാര്യം നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നതാണ്. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുക എന്നാണ്. സുബ്ഹാനക അലീം. ഒരു വാപ്പ തന്റെ കുഞ്ഞു മോനോട് നൽകുന്ന ഉപദേശം അതാണ്. മോനെ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും വേണമെന്നാണ്. പ്രിയമുള്ളവരെ, പല ഉപദേശങ്ങളും വാപ്പമാർ മക്കൾക്ക് നൽകാറുണ്ട്. എന്നാൽ ഉപദേശങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു വിഷയമാണത്. മകനെ, നീ മറ്റുള്ളവരോടുള്ള നിന്റെ സമീപനം എപ്രകാരമായിരിക്കണം? നീ അവർക്ക് സദാ നന്മയുപദേശിക്കുന്നവനും അവരിൽ കാണുന്ന തിന്മകളെ തൊട്ടവരെ തടയുകയും ചെയ്യുന്നവനാകണമെന്നാണ്. ഈ ആയത്തിൽ നന്മ തിന്മകളുടെ വിഷയത്തിൽ ഒരു മുഅ്മിനിന്റെ നിലപാട് എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നന്മ തിന്മകളുടെ വിഷയത്തിൽ ഒരു മുഅ്മിനിന്റെ നിലപാട് എന്താണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 1337 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹ് വമാ അമർതുകും ബിഹി ഫഫഅലൂ മിൻഹു മസ്തതഅതും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയുക. എന്തൊക്കെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഒഴിവാക്കണം. വമാ അമർതുകും ബിഹി
ഫഫ്അലൂ മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതാകട്ടെ നിങ്ങൾ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ്. പ്രിയമുള്ളവരെ, വല്ലാത്തൊരു വാക്കാണത്. നന്മകളിൽ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുകയും തിന്മകളിൽ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം നന്മ തിന്മകളുടെ വിഷയത്തിൽ ഒരു മുഅ്മിനിന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. ഞാൻ നന്മ ചെയ്താൽ പോരെ, തിന്മ പ്രവർത്തിക്കാതിരുന്നാ പോരെ? അല്ല. അതായത് നന്മ പ്രവർത്തിക്കുന്നു, തിന്മ ചെയ്യാതിരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും മറ്റുള്ളവരുടെ മേൽ തിന്മ തടയുകയും ചെയ്യൽ ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ്. ഇതാണ് മഹാനായ ലുഖ്മാൻ തന്റെ പൊന്നുമോനോട് ഉപദേശിക്കണത്. പൊന്നുമോനെ, നീ മാത്രം നന്നായാൽ പോരാ, നീ മാത്രം നന്മ ചെയ്താൽ പോരാ, നീ മാത്രം തിന്മയിൽ നിന്ന് മാറി നിന്നാൽ പോരാ. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, മറ്റുള്ളവരോട് കൂടി നീ അത് കൽപ്പിക്കണമെന്നാണ്. സുബ്ഹാനക അലീം. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലു ഇംറാൻ, അതിന്റെ 104-ാമത്തെ ആയത്തിലും അതുപോലെ 110-ാമത്തെ ആയത്തിലും വന്ന ആയത്തുകൾ ഈ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ഒരു ഉണർത്തലിന് അനിവാര്യമായതാണ്. എന്താ അല്ലാഹു തആല പറയുന്നറിയോ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും റബ്ബിനുള്ള അനുസരണം, അതാണ് ഇവിടെ നന്മ കൽപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും, അതായത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനെ തൊട്ട് മനുഷ്യരെ വിലക്കണം. അങ്ങനെ ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ, അവരത്ര വിജയികൾ എന്നാണ്. വിജയിക്കുന്ന സമൂഹത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ എന്നാണ്. മാത്രമല്ല, നിങ്ങളാകുന്ന സമൂഹത്തെ ഞാൻ കൊണ്ടുവന്നത് എന്തിനാണ്? 110-ാമത്തെ ആയത്തിലെത്തുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മനുഷ്യവർഗത്തിനു വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമമായ സമുദായമാകുന്നു നിങ്ങൾ. എന്താ നിങ്ങളുടെ പ്രത്യേകത? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ്. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും മാത്രം ചെയ്താൽ പോരാ. നന്മ ചെയ്താൽ മാത്രം പോരാ, പിന്നെയോ ആ നന്മ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. നന്മ കൽപ്പിക്കലും തിന്മ തടയലും ഉമ്മത്ത് മുസ്ലിമയുടെ പൊതു കടമയാണ്. പ്രിയമുള്ളവരെ, മുസ്ലിമായ ഓരോ വ്യക്തിക്കും തന്റെ കഴിവനുസരിച്ചും സന്ദർഭവും സാഹചര്യവും അനുസരിച്ചും ബാധകമാകുന്നതാണ് ഈ കൽപ്പന. അതുകൊണ്ട് തന്നെ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അതിന്റെ ഹുക്ം പറയുന്നിടത്ത് ചിലയിടത്ത് കാണാമത് ഫർള് ഐനാണ്, ചിലയിടത്ത് കാണാമത് ഫർള് കിഫായാണ്, ചിലയിടത്ത് കാണാമത് വാജിബാണ്, ചിലയിടത്ത് കാണാമത് മുസ്തഹബാണ്. സന്ദർഭങ്ങൾക്കനുസരിച്ച് അതിന്റെ ഹുക്കുമകൾക്ക് വ്യത്യാസം ഉണ്ടാകും. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ മേൽ ബാധ്യതയാണ്. എത്രത്തോളം എന്ന് പറയുമോ നിങ്ങള്? നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നത് ലോകത്ത് അത് നിർവഹിച്ചത് മഹാരഥന്മാരായ അള്ളാഹുവിന്റെ റസൂലുമാരായിരുന്നു, നബിമാരായിരുന്നു അലൈഹിമുസ്സലാം. ലോകത്ത് ഈ പ്രവൃത്തി ചെയ്തത് അവരായിരുന്നു ആദ്യം. എന്താ അവർ ചെയ്ത പ്രവൃത്തി? وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنِ اعْبُدُوا اللَّهَ وَاجْتَنِبُوا الطَّاغُوتَ. തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് മുർസലിങ്ങൾ വന്നിട്ടുള്ളത്? നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണം എന്ന് അവർക്ക് ദഅവത്ത് ചെയ്യുന്നതിനു വേണ്ടി. 16-ാമത്തെ അധ്യായം സൂറത്ത് നഹൽ 36-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് കാണാം അനി അബ്ദുല്ലാഹ് ഐ വഹീദൂഹു, അവനെ മാത്രം ഏകനാക്കിക്കൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം.
വജ്തനിബു ത്വാഗൂത്ത് ഐ വഹുവ അശ്ശൈത്താൻ. നിങ്ങൾ എന്ത് ചെയ്യണം? ശൈത്താനെ വെടിയണം, ശൈത്താനെ വെടിയണം എന്നാണ്. സുബ്ഹാനക യാ അദീം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തായി, വിശേഷണമായി, അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്. എന്താണ്? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്. എന്താണ്? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ഉമ്മിയായ, അതായത് എഴുത്തും വായനയും അറിയാത്ത പ്രവാചകരായ അള്ളാഹുവിന്റെ റസൂലിനെ, മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് യഅ്മുറുഹും ബിൽ മഅറൂഫ്, അദ്ദേഹത്തിന്റെ സിഫത്ത് പറയാൻ, യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, അവരോട്, തന്റെ ഉമ്മത്തിനോട്, ലോകരോട് അദ്ദേഹം നന്മ കൽപ്പിക്കുകയും തിന്മയെ തൊട്ട് അവരെ വിലക്കുകയും ചെയ്യുന്നു എന്നാണ്. അതായത് എന്താണ് ഇവിടെ നന്മ, എന്താണ് ഇവിടെ തിന്മ? ഏതൊരു ശരിയായ ബുദ്ധിയിലും ശുദ്ധ പ്രകൃതിയിലും നന്മയും സദാചാരവുമായി അറിയപ്പെട്ട കാര്യങ്ങളാണ്. അവിടുന്ന് അവരോട് കൽപ്പിക്കുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ല, ബുദ്ധിക്ക് യോജിക്കുന്നതാണ്. ഇനിയോ മ്ലേച്ഛതയാണ്, തിന്മയാണ്, ഒരു നിലക്കും മനുഷ്യവർഗത്തിന് ഉപകാരമില്ലാത്തതാണ് എന്നറിയപ്പെട്ട കാര്യങ്ങളാണ് അവിടുന്ന് വിലക്കുന്നത് എന്നർത്ഥം. എന്നിട്ട് അവിടുത്തെ സിഫത്തുകൾ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. എന്നിങ്ങനെ നല്ല വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ ഹറാമാക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ലോകത്ത് വന്ന നബിമാരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത്. ആ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും പ്രധാനനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതയും എന്താണ്? നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, അഹ്ലു കിതാബ്, വേദക്കാർ. ഈ വേദക്കാരിലെ നല്ല ആളുകൾ, അവരിൽ രണ്ടു കൂട്ടരുണ്ട്. നല്ല ആളുകളുണ്ട്, ചീത്ത ആളുകളുണ്ട്. നല്ല ആളുകളെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അവരുടെ ഗുണങ്ങളായി അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹു തആല അറിയിക്കപ്പെട്ട കാര്യം എന്താ അറിയോ? യുഅ്മിനൂന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുസാരിഊന ഫിൽ ഖൈറാത്ത് വഉലൈക മിനസ് സാലിഹീൻ. അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും നല്ല കാര്യങ്ങളിൽ അത്യുത്സാഹം കാണിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ സൽപ്രവർത്തികളിലേക്ക് ധൃതിയോടെ മുന്നേറുമെന്നാണ്. നന്മകളുടെ കാലഘട്ടം, അതായത് സൽക്കർമ്മങ്ങൾക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സമയം, സന്ദർഭം, സാഹചര്യം, അതൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നവരാണ്. അതാണ് യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ വഉലൈക മിനസ് സാലിഹീൻ. അവരാരാണ്? അവർ സാലിഹീങ്ങളിൽപ്പെട്ടവരുമാകുന്നതാണ്. നോക്കൂ നിങ്ങൾ, അഹ്ലു കിതാബിൽപ്പെട്ട മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു തആല പറയുന്നു അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ലുഖ്മാൻ തന്റെ പൊന്നുമോന് നൽകുന്ന ഉപദേശം അതാണ്. മോനെ, നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്നതാണ്. നോക്കൂ നിങ്ങൾ, അവിടെ നിന്ന് അവസാനിച്ചില്ല. അള്ളാഹുവിന്റെ കിതാബിൽ ഈ ഉമ്മത്തിനോടുള്ള റബ്ബിന്റെ കൽപ്പന എന്താണെന്നറിയുന്നത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതാണ്. അത് ഈമാനിന്റെ അടയാളമാണെന്നാണ്. എന്താ അല്ലാഹു തആല പറഞ്ഞത്? വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله. അവർ നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്. അള്ളാഹുവിന്റെ റഹ്മത്ത്, അത്തരക്കാരോട് അള്ളാഹു റഹ്മത്ത് കാണിക്കുന്നതാണ്.
അള്ളാന്റെ റഹ്മത്ത് കിട്ടാനുള്ള നിരവധി കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്തറിയോ? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഒരു പക്ഷെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, ഇത് കുറച്ച് കട്ടിയുള്ള ഒരു സബ്ജക്റ്റ് അല്ലേ, ഇത്തരം സബ്ജക്റ്റുകളൊക്കെ ഒരു ഖുതുബയിൽ ആളുകൾക്ക് ദഹിക്കാൻ പറ്റും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ശരിക്ക് വലിയൊരു മനുഷ്യൻ, മഹാനായൊരു മനുഷ്യൻ തന്റെ ചെറിയ മോനോട് പറഞ്ഞെടുത്ത ഉപദേശം. ചെറിയ മോനോട്. എന്റെ മുന്നിലിരിക്കുന്നത് ഒരുപാട് മക്കളുണ്ട്, ഇവിടെ മുതിർന്ന ആളുകളുണ്ട്. ഇവിടെ ഈ ആളുകൾക്ക് മുഴുവനും അവരുടെ മേൽ ബാധ്യതയാകുന്ന വിഷയമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. യാ ബുനയ്യ എന്ന് വിളിച്ചിട്ടാണ് മഹാനായ ലുഖ്മാൻ പഠിപ്പിക്കുന്നത്. പൊന്നുമോനെ എന്നാണ്, കുഞ്ഞുമോനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളുടെ ഒക്കെ മേൽ ബാധ്യതയാണ് നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് തിന്മയെ തൊട്ട് വിലക്കലും. ഇത് അല്ലാഹു തആല പഠിപ്പിച്ച കാര്യമാണ്. മാത്രമല്ല, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കാൻ ചില സിഫത്തുകൾ അല്ലാഹു പറഞ്ഞു. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ അസ്സായിഹൂൻ അർറാകിഊൻ അസ്സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീന. ആരൊക്കെയാണത്? തൗബ ചെയ്യുന്നവർ, ഇബാദത്തിൽ ഏർപ്പെടുന്നവർ, അള്ളാഹ്ക്ക് സ്തുതി കീർത്തനം നടത്തുന്നവർ, അതുപോലെ സായിഹൂൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നവർ, അതുപോലെ റുകൂഉം സുജൂദും ചെയ്യുന്നവർ. എന്നിട്ട് പറഞ്ഞു, നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ, അള്ളാഹുവിന്റെ ഹുദൂദുകൾ, അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കുന്നവർ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് നബിയെ അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ എന്ന പദം അല്ലാഹു ഉപയോഗിച്ചു. അതായത് സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവും റസൂലും കൽപ്പിച്ചത് കൽപ്പിക്കുന്നവരും അല്ലാഹുവും റസൂലും വിരോധിച്ചതിനെ വിരോധിക്കുകയും ചെയ്യുന്നവർ എന്നാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടേ, മഅറൂഫ് മുൻകർ എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും മഅറൂഫ് മുൻകറായ വിഷയമല്ല. അല്ലാഹു തആല എന്താണ് മഅറൂഫാക്കിയത്, അതാണ് ഇവിടെ മഅറൂഫ്. അല്ലാഹു തആല എന്താണ് മുൻകറാക്കിയത്, അതാണ് ഇവിടെ മുൻകർ. എന്തിനാ നമ്മൾ നന്മ കൽപ്പിക്കുന്നത്, എന്തിനാ നമ്മൾ തിന്മ വിരോധിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായി ലുഖ്മാൻ തന്റെ ചെറിയ കുട്ടിയോട് ഉപദേശിച്ചു കൊടുക്കണം, മോനെ നീ നന്മ ഉപദേശിക്കണേ, നീ തിന്മയെ തൊട്ട് വിലക്കണേ. എന്തിനാണ് പ്രിയപ്പെട്ട മക്കളെ നന്മ ഉപദേശിക്കണത്? എന്തിനാണ് തിന്മ വിരോധിക്കുന്നത്? എന്തിനാ നന്മ കൽപ്പിക്കണം, എന്തിനാ തിന്മ വിരോധിക്കണം അറിയോ? ദീന് നിലനിൽക്കണമെങ്കിൽ, ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്നാണ്. അല്ലാഹു അക്ബർ. ഇത് പറയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോടുള്ളതല്ല. ഞാൻ ഈ പറയുന്നതിലെ 3/4 ഭാഗം ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഒന്നാമത് ബാധക. കാരണം ലുഖ്മാൻ പറഞ്ഞത് തന്റെ പൊന്നു മോനോടാണ്, ചെറിയ കുട്ടിയോടാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. നമ്മുടെ കൂടെ പഠിക്കുന്നവരിൽ ഇസ്ലാമിക വിരുദ്ധമായത് കണ്ടാൽ, കൂടെ പഠിക്കുന്നവരിൽ ഇസ്ലാമികമായ മാർഗത്തിന് വിരുദ്ധമായി പറയുന്നത് കണ്ടാൽ, പ്രവർത്തിക്കുന്നത് കണ്ടാൽ, ചെയ്യുന്നത് കണ്ടാൽ തടയണമെന്നാണ്. നമ്മളെ കൂടെയുള്ള ഒരാളെ നിസ്കരിക്കണില്ല, അവനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അവന് ഹറാമ് കാണുന്നവനാണ്, ഹറാമിനെ തൊട്ട് വിലക്കണം. ആർക്ക് ബാധ്യത? എനിക്കും നിങ്ങൾക്കൊക്കെ ബാധ്യത. ഇവിടെ ഇരിക്കണ മുതിർന്നവരെ പോലെ മക്കളെ നിങ്ങളുടെ മേലും ബാധ്യതയാണ്. കാരണം മക്കളോടാണ്, മകനോടാണ് ലുഖ്മാൻ ഇത് പറയുന്നത്. മഹാനായ ത്വാരിഖ് ഇബ്നു ശിഹാബ് قال قيل لحذيفة رضي الله عنه, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അതറകത് ബനു ഇസ്രായീല ദീനഹാ ഫി യൗമിൻ, ബനു ഇസ്രായേലിയർ ഒരൊറ്റ ദിവസം കൊണ്ട് അവരുടെ ദീൻ ഒഴിവാക്കിയവരാണോ? ഖാല ലാ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അങ്ങനെയല്ല. വലകിന്നഹും കാനൂ ഇദാ ഉമിറൂ ബിശൈഇൻ തറകൂഹു
വഇദാ നുഹു അൻ ശൈഇൻ റകിബു. അവരോട് എന്തെങ്കിലും ഒരു കാര്യം, അതായത് ദീനിൽ, അല്ലാഹു തആലയുടെ ദീനിൽ, ശറഇൽ നിയമമാക്കിയത് പ്രവർത്തിക്കാൻ കൽപ്പിക്കപ്പെട്ടാൽ അവരത് ഒഴിവാക്കും. അവരോട് ദീനിൽപ്പെട്ട, ദീനിന് വിരുദ്ധമായ എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വിരോധിക്കപ്പെട്ടാൽ അവരത് ചെയ്യും. കൽപ്പിക്കപ്പെട്ട ഒഴിവാക്കുകയും വിരോധിക്കപ്പെട്ടവർ ചെയ്യുകയും ചെയ്യും. ഹത്തൻ സലഹു മിൻ ദീനിഹിം കമാ യൻസലിഹു റജുലു മിൻ ഖമീസിഹി. ഒരു മനുഷ്യൻ അവന്റെ വസ്ത്രം ഊരി മാറ്റുന്നത് പോലെ, അത് അഴിച്ചു മാറ്റുന്നത് പോലെ പടിപടിയായാണ്, ഘട്ടം ഘട്ടമായാണ് അവർ ബനൂ ഇസ്രായേലിയർ അവരുടെ ദീനിൽ നിന്ന് തെറിച്ചുപോയത്. വല്ലാഹുൽ മുസ്തആൻ. ഞാനും നിങ്ങളും നമ്മളെ കുപ്പായം മാറ്റൂലേ ഒറ്റടിക്ക്? അല്ലല്ലോ മാറ്റല്ലേ, ഇങ്ങനെ പതുക്കെ പതുക്കെ ഊരിയെടുക്കുന്നത് പോലെ ദീനിന്റെ ഓരോന്ന് ഊരി മാറ്റിയിട്ടാണ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത് എന്ന് മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. അവിടെ ആലോചിച്ചോക്കി, ഈ പ്രശ്നം മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങളുടെ അവസ്ഥയും ഇതുപോലെ തന്നെ ആയിരിക്കുന്ന. നഊദു ബില്ലാഹ്. പ്രിയമുള്ളവരെ, ബനൂ ഇസ്രായേലിയർ എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത്? അവർ നന്മ കൽപ്പിച്ചില്ല, തിന്മ വിരോധിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ കൽപ്പിക്കപ്പെട്ട നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും വിരോധിക്കപ്പെട്ട തിന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നതാണ്. ഉമ്മത്ത് മുസ്ലിമക്കും ബാധിക്കാനിരിക്കുന്ന മുസീബത്ത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഗരീബൻ. ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. തുടക്കത്തിൽ ആളില്ല, ഒറ്റപ്പെട്ടവരാണ്. ആദ്യം കടന്നു വന്നവരെ കുറിച്ച് മദ്രസയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറുൽ അർഖം എന്ന് നമ്മൾ പ്രസിദ്ധമായ ചില സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ അഖബ ഉടമ്പടി, പിന്നെയും അഖബ ഉടമ്പടി, ഓരോരോ ഘട്ടങ്ങൾ. പിന്നീട് മദീനയിലേക്കുള്ള ഹിജ്റ, മദീനയിലേക്ക് കടന്നുപോയ കാലഘട്ടം, ആ മദീനയിലെ ജീവിതം എത്രത്തോളം ഇസ്ലാമിന്റെ 1-ാം തീയതി മുതൽ മുഹമ്മദ് നബി ദഅവത്ത് ചെയ്ത ഇസ്ലാമിന്റെ ആ ഇസ്ലാമിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കടന്നു വന്ന നബിയുടെ ആ ദഅവത്തിന്റെ 1-ാം തീയതിയിൽ എത്ര ആളുണ്ടായിരുന്നു, എത്ര ആളുകൾ കുറവുണ്ടായിരുന്നു. ആ ഒരവസ്ഥയിലേക്ക് ആരംഭിച്ച പ്രകാരം തന്നെ അതിന്റെ അപരിചിതത്വത്തിലേക്ക് അത് മടങ്ങുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ ശറഹിൽ കാണാം, ജാഹിലിയത്ത് തിരിച്ചു വരുമെന്നാണ്. ജാഹിലിയത്ത് തിരിച്ചു വരും. പലരും അനിസ്ലാമിക കാലത്തെ ആചാരങ്ങളിലേക്ക് മടങ്ങും. അപ്പോൾ ദീനിനെ ശരിയായ നിലക്ക് പിന്തുടർന്നവർ കുറയും. അതുപോലെ കുറച്ചുപേർ മാത്രം തുടക്കകാലത്തേതുപോലെ അവശേഷിക്കും. അതാണ് അപരിചിതത്വം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫതൂബാ ലിൽ ഉറബാ, ഫതൂബാ ലിൽ ഉറബാ. അതിനാൽ അപരിചിതർക്ക് മംഗളം. ഏതാണ് അപരിചിതർ? സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും കുല്ലിഹിം അജ്മഈൻ. അതുപോലെ സ്വഹാബത്ത് ആ ദീനിനെ എങ്ങനെ മുറുകെ പിടിച്ചുവോ അതുപോലെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ജീവിതത്തിൽ, കുടുംബത്തിൽ, സാമ്പത്തിക രംഗത്തിൽ, അയൽപക്കങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ എവിടെയും ദീനിനെ വിടാതെ മുറുകെ പിടിക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. ഫതൂബാ ലിൽ ഉറബാ. അതായത് ദീന ആളുകൾക്ക് അപരിചിതമാകും. ഇസ്ലാമിന്റെ കല്യാണം കുറയും, പൈശാചിക കല്യാണങ്ങൾ ഉണ്ടാകും. ഇസ്ലാമികമായ ഇടപാടുകൾ കുറയും, പൈശാചികമായ ജാഹിലിയ ഇടപാടുകൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചോക്കി, ഇസ്ലാമിക സാമ്പത്തിക ക്രമമില്ല ഇവിടെ. പലതും അനിസ്ലാമികമാണ്. എല്ലാം അങ്ങനെയാണ്. എല്ലാ മേഖലയിലും ഇസ്ലാമിനെ തളർത്തിയിട്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മേൽ ജാഹിലിയത്ത് കയറി വരും. അന്നും ദീന് പിടിക്കും, വസ്ത്രത്തിൽ ദീന് പിടിക്കും, സംസാരത്തിൽ ദീനിനെ മുറുകെ പിടിക്കും, രൂപത്തിൽ ദീനിനെ മുറുകെ പിടിക്കും, കുടുംബത്തിൽ. ഫതൂബാ ലിൽ ഉറബാ. അല്ലാഹു അക്ബർ. ആ ഒരു സന്ദർഭത്തിലും ഹഖിൽ ഉറച്ചു നിൽക്കുന്ന, റബ്ബിനെ മാത്രം ഇബാദത്തിൽ ഏകനാക്കി അവനെ മാത്രം ആരാധിക്കുന്ന, ഇബാദത്തിൽ ഇഖ്ലാസ് പുലർത്തുന്ന അപരിചിതർക്കാണ് തൂബ, അതായത് സ്വർഗവും സന്തോഷവും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തില് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒന്ന് പുൽകുന്നവൻ ആളുകളുടെ മുന്നിൽ അപരിചിതനാണ്. ഇതെന്ത് മതം? ഇസ്ലാമിക ശിആർ പാലിക്കുന്നവർക്ക് ചൂണ്ടിട്ട് പറയും, ഇതെന്താ ഇയാളിങ്ങനെ?
ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെതിരെ വിരൽ ചൂണ്ടിയിട്ട് ആളുകൾ പറയും ഇവളെന്താ ഇങ്ങനെ, പരിഹസിക്കും, കളിയാക്കും. സാമ്പത്തിക രംഗത്തെ കൃത്യമായ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളെ കണ്ടാൽ ഇയാളെന്ത് ഈ കാലത്തൊന്നും ജീവിക്കാൻ പറ്റുവനല്ല എന്ന് പറയും, പരിഹസിക്കും ആളുകള്. അന്നും ദീനിൽ ഉറച്ചു നിൽക്കുന്നവർ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് സ്വഹാബത്ത് എന്താണോ ദീനാക്കി മനസ്സിലായത്, അവരെന്താണോ ദീനാക്കി ഉൾക്കൊണ്ടത്, അത് മതി എന്ന് തീരുമാനിക്കുന്നവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അതുവഴി ഇസ്ലാം സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയാൻ കാരണം അതാണ്. മക്കളെ, നമ്മൾ അള്ളാന്റെ ദീന് ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവരോട് പറയുകയും അതിനെതിരായതിനെ തടയുകയും ചെയ്യാത്തിടത്തോളം വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരെ അല്ലാഹു തആല പുകഴ്ത്തുന്നുണ്ട്, മദ്ഹ് ചെയ്യുന്നുണ്ട് അവന്റെ ഖുർആനിൽ. നന്മ കൽപ്പിക്കുന്നവർ അല്ലാഹു മദ്ഹ് ചെയ്യുന്നു, തിന്മ വിരോധിക്കുന്നവരെ അല്ലാഹു മദ്ഹ് ചെയ്യുന്നു. എന്താ അല്ലാഹു പറഞ്ഞ വാക്കറിയോ? الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും നന്മ സ്വീകരിക്കാൻ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവരെത്ര അവർ. എന്നിട്ട് പറയാണ് വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അല്ലാഹുവിനുള്ളതാകുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ ദീൻ കൽപ്പിക്കുന്നതിന് ജനങ്ങളോട് കൽപ്പിക്കുകയും അല്ലാഹുവിന്റെ ദീൻ വിലക്കിയതിൽ നിന്ന് ജനങ്ങളെ വിലക്കുകയും ചെയ്യുന്നവരാകുന്നവർ. അല്ല വിലക്കിയതിന് ജനങ്ങളോട് വിലക്കുന്നവർ, അല്ല കൽപ്പിക്കുന്നതിന് ജനങ്ങളോട് കൽപ്പിക്കുന്നവർ. അവരെ കുറിച്ച് അല്ലാഹു തആല വീണ്ടും പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. മുഅ്മിനുകളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വഴിപിഴച്ചവർ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. അതായത് നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളിൽ, അലാമത്തുകളിൽപ്പെട്ടതാണ് നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത്. ഒരാൾ ഹിദായത്തിലായി എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അയാൾ നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു എന്നതാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ചില ഹദീത്തുകൾ കാണാൻ സാധിക്കും. മഹാനായ അബീ ഉമയ്യത്ത് ശഅബാനി റളിയല്ലാഹു തആല قال أتيت أبا ثعلبة الخشني رضي الله عنه فقلت له كيف تصنع في هذه الآية؟ قال آية قلت قوله يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم. قال أما والله لقد سألت عنها خبيرا سألت عنها رسول الله صلى الله عليه وسلم فقال. ഞാൻ അബൂ സഅലബത്തുൽ ഖുശനിയോട്, സഹാബിയോട്, ഒരു സഹാബി പറയാണ്, ഞാൻ മറ്റൊരു സഹാബിയോട് ഈ ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനത് സൂക്ഷ്മമായി അറിയുന്ന ഒരാളോട് അഥവാ മുഹമ്മദ് നബിയോട് അതിനെപ്പറ്റി ചോദിച്ചിരുന്നു ഞാൻ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ബലിതമിറു ബിൽ മഅറൂഫ് വതനാഹു അനിൽ മുൻകർ ഹത്താ ഇദാ റഅയ്ത ശുഹൻ മുതാഅൻ وهوى متبعا ودنيا مؤثرة وإعجاب كل ذي رأي برأيه فعليك بخاصة نفسك ودع العوام. എന്നാൽ നിങ്ങൾ നന്മയെ കുറിച്ച് ഉപദേശിക്കണം. ഈ ആയത്തിന്റെ തഫ്സീർ അതാണ്. നിങ്ങൾ നന്മയെ കുറിച്ച് ഉപദേശിക്കണം, തിന്മയെ കുറിച്ച് നിരോധിക്കുകയും വേണം. അങ്ങനെ പിശുക്കിന് വഴിപ്പെടുന്നതായും തന്നിഷ്ടം പിൻപറ്റപ്പെടുന്നതായും ഐഹിക കാര്യത്തിന്, ദുനിയാവിന് പ്രാധാന്യം നൽകപ്പെടുന്നതായും ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം കൊണ്ട് തൃപ്തി അടയുന്നതായും നീ കണ്ടാൽ അപ്പോൾ നീ നിന്റെ സ്വന്തം കാര്യം നോക്കുക, പൊതുജനങ്ങളുടെ കാര്യം നീ വിട്ടേക്കുകയും ചെയ്യുക. അത്ര കാലം പറഞ്ഞെടുത്തൊരു ജനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നീ നിന്റെ നഫ്സിനെ നോക്കിയാൽ മതി എന്നാണ്. فإن من ورائكم أياما الصبر فيهن مثل القبض على الجمر للعامل فيهن مثل أجر 50 رجلا يعملون مثل عملكم. ഈ പറഞ്ഞ ആളുകൾക്കുള്ള പ്രതിഫലം തരങ്ങൾ നിങ്ങളുടെ പിന്നാലെ ചില നാളുകൾ വരാനിരിക്കുന്നു, ചില ദിവസങ്ങൾ വരേണ്ടതാണ്. ശരിക്ക് ഈ ഹദീസ് മനസ്സിലാക്കാൻ ഇങ്ങനെ ജീവിക്കുന്നതിന് മനസ്സിലാവും ശരിക്കത്.
നമുക്കിത് പലപ്പോഴും അനുഭവങ്ങളിലെ കുറെ വിഷയം കണ്ടത്. അന്ന് ക്ഷമ കൈക്കൊള്ളുന്നവൻ, അതായത് അള്ളാന്റെ ദീന് മുറുകെ പിടിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ആ മാർഗത്തിൽ ഉറച്ചുകയും ചെയ്യുന്ന ആൾക്കാര് തീക്കനലിന്മേൽ പിടിച്ചവനെ പോലെ ഇരിക്കുന്നവൻ. തീക്കട്ട, ചില റിപ്പോർട്ടിലാണ് തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ. കാരണം അത് ശരിക്കും കയ്യിൽ വെക്കാൻ കഴിയില്ല, അത്ര പ്രയാസമായിരിക്കും ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാലം വരും. അന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ സ്വഹാബത്തിനോട് പറയാ, നിങ്ങളുടെ പ്രവൃത്തി പോലെ പ്രവർത്തിക്കുന്ന 50 പേരുടെ അത്ര പ്രതിഫലം ഉണ്ടായിരിക്കുന്നു. ആളുകൾ പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അൽഹംദുലില്ലാഹ്, അത് നല്ല കാര്യമാണ്. പക്ഷേ അള്ളാന്റെ റസൂല് പറയാണ്, 50 പേർ സ്വഹാബികളുടെ കൂട്ടത്തിൽ 50 പേർ അവർ ഒരു ഉഹുദ് മലയോളം ചെലവഴിച്ചാൽ, നിങ്ങളൊരു കൈ കൊണ്ട് കൊടുത്താൽ, ഒരു കൈയിൽ ഒരു കൈ കൂമ്പിൾ നിങ്ങൾ ദാനം ചെയ്താൽ, സ്വഹാബത്തിന്റെ ദാനവുമായി നിങ്ങൾ ഒരു ഉഹുദ് മലയോളം നൽകുന്നതും അവരുടെ കൈക്കുമ്പിൾ നൽകുന്നതും തമ്മിലുള്ള വ്യത്യാസം അത് കൃത്യമായി നബി പഠിപ്പിച്ചിട്ടുണ്ട്. അത്ര വ്യത്യാസം സ്വഹാബത്ത് നമ്മൾ തമ്മിൽ. ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ 50 സ്വഹാബികളുടെ പ്രവർത്തനത്തിന് തുല്യമാണ്. ദീൻ മുറുകെ പിടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കൽ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതായി ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനക അലി, 50 സ്വഹാബത്തിന്റെ പ്രതിഫലം, അവര് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണ്. അല്ലാഹു അക്ബർ കബീറ. ഈ ആയത്തിന്റെ സൂറത്ത് മാഇദയിലെ 105-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു റിപ്പോർട്ട് കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് സയ്യിദു താബിഈൻ അവിടുന്ന് പറയാൻ, ഇദാ അമർത ബിൽ മഅറൂഫ് വനഹൈത അനിൽ മുൻകർ, അഥവാ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ എതിർക്കുകയും ചെയ്താൽ എന്താ മെച്ചെന്നറിയോ മക്കളെ? എന്താ മെച്ചെന്നറിയോ? ഫലാ യദുറുക മൻ ളല്ല ഇദാ ഹതദൈത, പിന്നീട് വഴിപടച്ചു പോയവർ കാരണം നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറയാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മഹാനായ ലുഖ്മാൻ തന്റെ ചെറിയ കുഞ്ഞിനോട്, പൊന്നു മോനോട്, പക്വതെത്തിയ പ്രായത്തിലുള്ള മോനോട് വിശദീകരിക്കണം. എന്താ അറിയോ? മോനെ, നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണമെന്നാണ്. അല്ലാഹു തആല ഈ ഒരു പ്രവൃത്തിയിൽ മുന്നേറാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ചുരുക്കത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുക, നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുക, ചീത്ത കാര്യങ്ങളെക്കുറിച്ച് വിരോധിക്കുക, അനാചാര ദുരാചാരങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുക എന്നിവയിൽ നിന്നും നമ്മളിൽ ഒരാൾ ഒഴിവല്ല. അതല്ല, ഓരോരുത്തരുടെ കഴിവും പ്രാപ്തിയും സന്ദർഭവും സാഹചര്യവും അനുസരിച്ചായിരിക്കും. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു തൊട്ട് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറയാൻ, ഇയ്യാകും വൽ ജുലൂസ് അല തുറുഖാത്ത്, വഴിയരികിൽ, വഴിവക്കിൽ, വഴിയുടെ ആളുകൾ നടന്നു പോകുന്ന വഴിയുടെ ഓരത്തിരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണോ? ഫഖാലു മാ ലനാ ബുദ്ദുൻ ഇന്നമാ ഹിയ മജാലിസുനാ നതഹദ്ദസു ഫീഹാ. അപ്പൊ അവര് സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അതല്ലാതെ മറ്റു സ്ഥലമല്ല നബി, ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലങ്ങളാണവ, അതിനാൽ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് സംസാരിക്കൽ അനിവാര്യമാണ്. ഖാല, അപ്പൊ നബി പറഞ്ഞു, ഫഇദാ അബൈതും ഇല്ലൽ മജാലിസ ഫഉഖതു അത്ത്വരീഖ ഹഖഹാ. എന്താ അറിയോ? അവിടെ അല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധ്യമല്ലെങ്കിൽ ആ വഴിയോടുള്ള അതിന്റെ അവകാശം നിങ്ങൾ വിട്ടുകൊടുത്തോളണം. വഴിക്കൊരു അവകാശമുണ്ട്, ഒരു ഹക്കുണ്ട് വഴിയോട്. വഴിയിലിരിക്കുന്ന ആൾക്കാർ പാലിക്കേണ്ട മര്യാദ അതെന്താ? ഖാലു വമാ ഹഖ്ഖുത്വരി. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വഴിയുടെ അവകാശം എന്നാൽ എന്താ? നബി പറഞ്ഞു, ഗദ്ദുൽ ബസർ, കണ്ണിനെ നിയന്ത്രിക്കണം എന്നാണ്. കാരണം ആ വഴിയിലൂടെ സ്ത്രീകൾ സഞ്ചരിക്കാം, ആ വഴിയിലൂടെ പലരും സഞ്ചരിക്കാം. ആ കണ്ണ് അവരിലേക്ക് പോകരുത്, കണ്ണ് താഴ്ത്തണം. ഗദ്ദുൽ ബസർ വകഫുൽ അദാ, ഉപദ്രവത്തെ നീക്കണം. വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ ഉപദ്രവിക്കരുത്. വറദ്ദുസ്സലാം, വല്ലവനും സലാം പറഞ്ഞാൽ സലാം മടക്കണം. ഇനിയോ വഅംറും ബിൽ മഅറൂഫ്,
വഴിയിലിരിക്കുന്നവന്റെ ബാധ്യതയാണത്. നന്മ കൽപ്പിക്കണം. വനഹിയുൻ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും വേണം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 2465 നമ്പർ എഴുതിയിരിക്കുന്ന ഹദീസാണ്. വഴിവക്കിലിരിക്കുന്നവർ ഇത് പാലിക്കണം. ഇത് പാലിക്കാൻ കഴിഞ്ഞില്ലേ, വഴിവക്കുകളിൽ ഇരിക്കരുത്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ 10-14 വയസ്സ് മുതൽക്കുള്ള ആൺകുട്ടികൾ പോലും വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലും അല്ലാതെയൊക്കെ ഈ പോസ്റ്റ് ഈ കരണ്ടിന്റെ പോസ്റ്റ് മുറിച്ചിട്ട് അതങ്ങനെ പ്രത്യേകമായി റോട്ടിലിട്ട്, അല്ലെങ്കിൽ ഈ കവുങ്ങോ തെങ്ങൊക്കെ മുറിച്ച് റോട്ടിലിട്ട് ഒരു പ്രത്യേകമായി ഇരിപ്പിടമുണ്ടാക്കി വൈകുന്നേരങ്ങളിൽ ആ ഒരു പ്രകാശത്തിൽ അവരെ മുഖം മാത്രമേ കാണുള്ളൂ. മൊബൈലിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കാനാണ് പറ്റും. രാത്രി 11, 11:30, 12 മണി വരെയൊക്കെ. അവര് മുഴുവനും ഈ ഹദീസ് പാലിക്കേണ്ടവരാണ്. എന്തൊക്കെ അതില്? ഒന്ന്, കണ്ണിനെ സൂക്ഷിക്കണം. പിന്നെയോ സലാം പറഞ്ഞ സലാം അടക്കണം. ഉപദ്രവം നീക്കണം എന്നാണ്. തൊട്ട പുരയിലുള്ള ആളുകൾക്ക് ശല്യമായിട്ട് പരാതിപ്പെടുകയും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ട് നാട്ടില് ഇപ്പോഴും കാണാം. ഉൾപ്രദേശങ്ങളിൽ സജീവമാണ്. കാരണം പോലീസ് വരൂല, ആളുകൾ അന്വേഷിക്കാണ്ടാവൂല. പിന്നുള്ളതാ നന്മ കൽപ്പിക്ക, തിന്മ വിരോധിക്കാൻ. അവിടെ സത്യത്തിൽ ഉണ്ടാകുന്നത് തിന്മയുടെ കൽപ്പനയും നന്മയുടെ വിരോധവുമാണ്. നാടുകളിൽ അങ്ങനത്തെ കുറെ സദസ്സുകൾ കാണാൻ പറ്റും. അല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നന്മ കൽപ്പിക്കുക സാർവത്രികമാണെങ്കിലും തിന്മ തടയുക എന്നത് പലരും അവഗണിക്കേണ്ടത്. അതൊരു വലിയ പ്രശ്നമാണ്. മോനെ നീ അത് ചെയ്യണട്ടോ എന്ന് പറഞ്ഞു കൊടുത്താലും മോനെ ഇത് ഇന്നത് ചെയ്യരുതട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകൾക്ക് പേടിയാണ്. അതായത് മക്കളുടെ തെറ്റുകൾ പോലും പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളുകൾക്ക് ഭയമാണ്. ബനൂ ഇസ്രായേലികൾ ശപിക്കപ്പെടാനുള്ളൊരു കാരണം എന്തായിരുന്നു അറിയോ? അല്ലാഹു തആല പറയാണ്, ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ഇസ്രായേൽ സന്തതികളിലെ കാഫിറുകൾ ദാവൂദിന്റെയും മറിയമിന്റെ മകൻ ഈസയുടെയും അലൈഹിമുസ്സലാം നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാര്യം? ദാലിക ബിമാ അസവ്വ കാനൂ യഅ്തദൂൻ. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം കൈകൊള്ളുകയും ചെയ്തതിന്റെ ഫലം അത്രയും. മാത്രമല്ല അവർക്കുണ്ടായ കുഴപ്പം തരുന്ന നിങ്ങൾ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ. അവർ ചെയ്തിരുന്ന ദുരാചാരത്തെ, തെറ്റായ കാര്യങ്ങളെ അവർ അന്യോന്യം തടയുമായിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരുന്ന വളരെ ചീത്തയാണ്. അതായത് തിന്മകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവർ പരസ്പരം വിലക്കുമായിരുന്നില്ല. ഒരുത്തൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാന്ന് പറയുമായിരുന്നില്ല. ഇനി വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ കാണാൻ പറ്റും. അവരിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ഇയാൾ പറയുന്നത് ചെയ്ത തെറ്റാണ്. തെറ്റ് ചെയ്തവനോട് നീ തെറ്റാണെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ആ തെറ്റ് ചെയ്തവനുമായി യാതൊരു ലജ്ജയുമില്ലാതെ ഇയാൾ പിറ്റേന്ന് തന്നെ സഹകരിക്കുകയും ചെയ്യും അതേ തെറ്റ്. അല്ലാഹുൽ മുസ്തആൻ. അത് ഹജ്റ് തമയ്യുസ് കാണിക്കൂല എന്നർത്ഥം. തിന്മ ചെയ്യുന്നവരോട് ഒരു വേറിട്ട് നിൽക്കൽ അവരിൽ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അല്ലാഹുൽ മുസ്തആൻ. അത് നമുക്ക് ഉണ്ടാകണം. ചിലപ്പോ ഒക്കെ നമ്മൾ പലതിനെയും വെടിയേണ്ടി വരും. ചില സദസ്സുകളെ വെടിയേണ്ടി വരും, ചില മജ്ലിസുകളെ വെടിയേണ്ടി വരും, ചില വ്യക്തികളെ വെടിയേണ്ടി വരും. ഒരാൾ പലിശപ്പണം കൊണ്ട് ജീവിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഓന്റെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ളതാണ്. ശിർക്കുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പലരും ഉണ്ടാകാം. അതുപോലെ പല ശിർക്കൻ ആഘോഷങ്ങളുടെ ഭാഗമായി കടന്നു വരുന്നതുണ്ടാകാം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഹജ്റ് തമയ്യുസ് ഒക്കെ കാണിക്കേണ്ട കുറെ മേഖലകളുണ്ട്. തടയണം, വിലക്കേണ്ടത് വിലക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാകുന്ന നിങ്ങൾ നമ്മളും അതിൽ കൂടിക്കലരും ശാപത്തിനും കോപത്തിനും ഇരയായവരായി പോകും. അതുകൊണ്ട് തിന്മ കണ്ടാൽ തടയുക തന്നെ വേണം. ഈ ഹദീത്ത് കേൾക്കാത്തൊരു നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. എന്താണെന്നറിയോ? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ തന്റെ കൈ കൊണ്ടവന് തടഞ്ഞുകൊള്ളട്ടെ. ഇനിയോ ഫഇല്ലം യസ്തതി', ഇനി അവനത് കഴിഞ്ഞില്ലെങ്കിലോ ഫബിലിസാനി, അപ്പോൾ അവൻ തന്റെ നാവ് കൊണ്ട് പറയട്ടെ, എടാ അത് തെറ്റാന്ന് പറയട്ടെ. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി, ഇനി അതിനൊരാൾക്ക് സാധിക്കണില്ലെങ്കിലോ തന്റെ ഹൃദയം കൊണ്ട് വെറുത്തുകൊള്ളട്ടെ. ഫദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. ഇമാം മുസ്ലിം 49-ാമത്തെ പറയുന്ന ഒരു ചരിത്രം. ഈ ഹദീസ് വളരെ അത്ഭുതമാണ്. ഞാൻ അവസാനിപ്പിക്കാം. ഒരാൾ തെറ്റ് എന്ന് കണ്ടാൽ തന്റെ കൈകൊണ്ട് തടയാൻ പറ്റുന്ന തെറ്റുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, സ്വന്തം ഇണകളുടെയും മക്കളുടെയും വിഷയത്തിൽ വീട്ടുകാരനെ കൈകൊണ്ട് തടയാം.
വീട്ടുകാരെ കൈകൊണ്ട് തടയാം. ഒരു ഉമ്മാക്ക് അല്ലെങ്കിൽ ഒരു ബാപ്പാക്ക് അല്ലെങ്കിൽ ഒരു മുതിർന്ന സഹോദരന് തന്റെ കൂടപ്പറപ്പിനെ തടയാം. ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തികൾ, ഇപ്പൊ ഒരു കുട്ടി ഇരുന്നിട്ട് ഇങ്ങനെ വൃത്തികേട് കാണാണ്, തടയാം. ഒരു കുട്ടി ഇരുന്നിട്ട് ഹറാമ് കാണാണ്, തടയാം. സത്യം പറഞ്ഞാല് ബാപ്പി ഇമ്മി ഇരുന്നിട്ട് സീരിയല് കാണാൻ ആരാ തടയാ? ആരാ തടയാ? സംഗീതം കേൾക്കാൻ ആരാ തടയാ? സിനിമ കാണാൻ ആരാ തടയേണ്ടത്? തടയേണ്ടവരാണ് ഈ ചെയ്യണത്. നഊദുബില്ല, തടയേണ്ടവരാണ് ഈ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും കൈകൊണ്ട് പിടിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാല് ഒരു മകൻ വീഡിയോ വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ വേറെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഉമ്മാക്ക് തന്റെ കൈ കൊണ്ട് തടയാം. എന്നാ തടയാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടാവും. പുറത്തുനിന്ന് ഒരാൾ വീഡിയോ കണ്ടാൽ ചിലപ്പോ കൈകൊണ്ട് തടയാൻ പറ്റില്ല, സാമൂഹികപരമായ പ്രശ്നങ്ങൾ. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചിലപ്പോ റോട്ടിലുണ്ടാവും, ഒരു നിലക്കോ നമുക്ക് ചെല്ലാനോ അടുക്കാനോ പറയാനോ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഹൃദയം കൊണ്ട് വെറുക്കാം. ഒരു വിശാലമായ ലോകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആദ്യത്തെ ഘട്ടം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് കൈകൊണ്ട് തടയാന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, സുന്നത്ത് കൊണ്ട് കൽപ്പിക്കലും ബിദ്അത്തിനെ തൊട്ട് വിരോധിക്കലും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാകുന്നു അത് സ്വാലിഹായ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണെന്ന്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠകരമായ ഇത്തരം അമലുകളിലേക്ക് നമ്മൾ മുന്നിടണം. നമ്മൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാകണം. നമ്മുടെ മക്കളെ കൊണ്ടും അതേ പ്രവൃത്തി ചെയ്യിക്കുന്നവരാകണം. അല്ലാഹു തആല നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന, ഒരിക്കലും തിന്മ ജീവിതത്തിലേക്ക് വരാത്ത നന്മകൾ മാത്രം കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد.